ജാനകിയമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജാനകിയമ്മയുടെ പാട്ടുകളും എൻ്റെ ജീവിതവും ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. സംഗീതമാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് ഈ പാട്ടുകാരിയാവണം എന്ന് തോന്നിയതിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ജാനകിയമ്മയുടെ പാട്ടുകൾ തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ കേട്ടത് ജാനകിയമ്മയുടെ പാട്ടുകളാണ്. അതിന് കാരണം എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയും അമ്മൂമ്മയും വീട്ടിലുള്ളവരെല്ലാവരും ജാനകിയമ്മയുടെ ആരാധകരാണ്. അപ്പോൾ കാസറ്റിൽ ജാനകിയമ്മ പാടിയ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ വീട്ടിൽ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കേട്ടാണ് ഞാൻ ഈ പറഞ്ഞ 4-5 വയസ്സിലൊക്കെ ആ പാട്ടുകളാണ് ഞാൻ കേട്ട് വളർന്നത്. അങ്ങനെ ആദ്യമായി വേദിയിൽ പാടിയത് ജാനകിയമ്മയുടെ പാട്ടാണ്. അന്ന് മുതൽ കഴിഞ്ഞ ദിവസം ശ്രീചേട്ടൻ്റെ കൂടെ ഇതേ വേദിയിൽ കാവാലം സ്മൃതി എന്ന പരിപാടിയിൽ അതിൽവരെ ഞാൻ അന്ന് നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നു. അന്നും ജാനകിയമ്മയുടെ പാട്ട് പാടി. ഒരു വേദിയിൽ പോലും ജാനകിയമ്മയുടെ പാട്ട് പാടാതിരിക്കില്ല. അത്ര ചെറുപ്പം തൊട്ടേ മനസ്സിൽ ഞാൻ കാണുന്ന വലിയൊരു ഈശ്വര തുല്യമായിട്ടുള്ളൊരു ഫിഗറാണ് ജാനകിയമ്മയുടെ.